ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസാനിച്ചപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ഉയരുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് എന്നതിനെക്കുറിച്ചാണ്. ഷോയുടെ നിയമപ്രകാരം അനുമോൾക്ക് വിജയി എന്ന പട്ടം ലഭിച്ചുവെങ്കിലും ഷോയ്ക്ക് പുറത്തെ ലോകത്ത് ലെയിംലൈറ്റ് സ്വന്തമാക്കിയത് രേണുസുതിയാണെന്ന നിരീക്ഷണം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. റിയാലിറ്റി ഷോകളുടെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും വിന്നർമാരെക്കാൾ കൂടുതൽ കരിയറിൽ നേട്ടമുണ്ടാക്കുന്നത് മറ്റ് മത്സരാർത്ഥികളാണെന്ന് കാണാൻ കഴിയും. ബിഗ് ബോസ് മലയാളം 7ാം സീസണിലും സമാനമായൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഷോയിലെ വിന്നറായ അനുമോളും പകുതിക്ക് വെച്ച് പിന്മാറിയ രേണുസുതിയും തമ്മിലുള്ള താരതമ്യം ഒരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രശസ്തി നേടുന്നതിനേക്കാൾ അത് നിലനിർത്തുന്നതാണ് പ്രധാനം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രേണുസുതിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ആങ്കർ ശാരിക. രേണുവിന്റെ കരിയറിനെ കുറിച്ച് ശാരിക പങ്കുവച്ച വാക്കുകൾ ആരാധകർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. രേണു ഇപ്പോൾ ബഹ്റൈനിൽ തുടർച്ചയായ ഷോകളുടെ തിരക്കിലാണ്. 3ഉം 4ഉം വിദേശ ഇവന്റുകളാണ് രേണുവിന് ഒന്നിന് പുറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേട്ടം ബിഗ് ബോസ് വിജയ് എന്ന പട്ടം കൊണ്ടല്ല, മറിച്ച് രേണുവിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണെന്ന് ശാരിക വ്യക്തമാക്കുന്നു. അനുമോൾക്ക് പോലും ലഭിക്കാത്ത അത്രയും വേദികൾ രേണുവിന് ലഭിക്കുന്നു എന്നത് രേണുവിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത്. ബിഗ് ബോസ് കിരീടം ചൂടുമ്പോൾ അനുമോൾക്ക് ലഭിച്ച സ്വീകാര്യതയും ആവേശവും വളരെ വലുതായിരുന്നു. എന്നാൽ ആ വിജയ ആരവങ്ങൾ അധികനാൾ നീണ്ടുനിന്നില്ല എന്നതാണ് വസ്തുത. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ മിനിറ്റുകൾക്കുള്ളിൽ മാറുന്ന കാലമാണിത്. ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളെയും ജനം ഇതിനോടകം മറന്നു കഴിഞ്ഞു. ഷോ കഴിഞ്ഞ ആദ്യ ആഴ്ചകളിൽ ലഭിച്ച വാർത്താ പ്രാധാന്യം നിലനിർത്താൻ അനുമോൾക്ക് കഴിഞ്ഞില്ല. ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളും ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് അനുമോളെങ്കിലും മാധ്യമശ്രദ്ധ നേടുന്നതിൽ രേണുവിനേക്കാൾ പിന്നിലാണ് അവരിപ്പോൾ.